ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉള്ളൊരു ഏർപ്പാട് ഇപ്പോൾ മലയാളത്തിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. ശൈത്യ അനീഷിന്റെ ഷർട്ട് കൊണ്ട് കൊടുത്തു, അതേപോലെ അക്ബർ, ഷാനവാസ് എല്ലാവർക്കും തന്നെ വസ്ത്രങ്ങൾ കൊണ്ട് കൊടുക്കുകയുണ്ടായി. അനുമോള് എല്ലാവർക്കും തന്നെ വസ്ത്രങ്ങള് ശൈത്യ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് കൊടുത്തു. പിന്നെ കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻഷി രഞ്ജിത്തിനോട് ഒരു സൗഹൃദ സംഭാഷണം നടത്തുന്ന അനീഷിനെയാണ്. അനീഷ് ചോദിക്കുന്നുണ്ട് എവിടെയാണ് സെറ്റിൽഡ്, കൊച്ചി തന്നെയാണോ? അപ്പോ അതിന് ഉത്തരം പറയുന്നുണ്ട് മുൻഷി രഞ്ജിത്ത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്ക് ഔട്ടായ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയ്ക്ക് ആ ഒരു മര്യാദ പാലിച്ച് ആ ഒരു രീതിയിൽ വെൽവിഷ് ചെയ്ത് നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, വന്ന പാട് തന്നെ അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നു, അനുമോളെ PR എന്ന് പറഞ്ഞ് വെറുതെ ചൊറിയുന്നു. എല്ലാവരെയും തന്നെ ഈ ഷാനവാസിനെ ചൊറിയുന്നുണ്ട്, മുൻഷി അനീഷിനെ അനുമോളെ ഒക്കെ ചൊറിയുന്നുണ്ട്. എല്ലാവരെയും വെറുതെ തെക്കും വടക്കും നടന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുൻഷി ശരിക്കും മുഷിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത് കേട്ടോ ലൈവിനകത്ത്. അപ്പോ വെൽവിഷർ എന്നുള്ള ഒരു രീതിയിൽ നിൽക്കാനുള്ളതിന് വെറുതെ വന്ന് ടാർഗറ്റ് ചെയ്ത് ഷോ ഓഫ് കാണിച്ച് ആളുകളുടെ അറ്റൻഷൻ നേടാൻ ശ്രമിച്ചു. പക്ഷെ പാളിപ്പോയി, വൻ രീതിയിൽ പാളിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അനീഷ് ഒരു സൗഹൃദ സംഭാഷണത്തിന് ജസ്റ്റ് ഒരു എഫേർട്ട് ഇട്ടപ്പോ തന്നെ അനീഷിനോട് സൗഹൃദ സംഭാഷണത്തിന് കൂടുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യാനും പുള്ളിക്ക് അറിയാം, അങ്ങനെ നിന്നാൽ മതിയായിരുന്നു. എന്തിനാണ് വെറുതെ കളി പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്? ഇത്രയും ദിവസം അവിടെ നിന്ന് കളിച്ച കണ്ടസ്റ്റൻസ് ആണ് ഈ 7 പേരും. അപ്പൊ അവരെ കളി പഠിപ്പിക്കാൻ പോകേണ്ട ഒരു ആവശ്യമില്ല. എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് എന്ന ഗെയിമിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് ഇദ്ദേഹം ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ ഔട്ടായത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിൽക്കണമായിരുന്നു എന്നുള്ളതാണ്. പ്രേക്ഷകരുടെ ഒരു പൾസ് അറിഞ്ഞ് നിൽക്കണം. ഇങ്ങനെയുള്ള ഒരു വേദിയിൽ നിൽക്കുമ്പോൾ പ്രേക്ഷകരുടെ ഒരു പൾസ് അറിഞ്ഞിരിക്കണം. ശരിക്കും എനിക്ക് തോന്നുന്നു ഇന്ന് വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഫെയർ ആയിട്ടുള്ള എവിക്ഷൻസ് തന്നെ ആയിരുന്നു. ഒരുപാട് പ്രേക്ഷകരും പറയുന്നുണ്ട് ഫെയർ ആയിട്ടുള്ള എവിക്ഷൻസ് ആയിരുന്നു. ഇവരാരും തന്നെ അൺഫെയർ ആണെന്ന് തോന്നുന്നില്ല. അത് ആ രീതിയിലായിരുന്നു ഇവരുടെ സംസാരങ്ങളും എല്ലാം. ഓഡിയൻസിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കോൺവെർസേഷൻസ്, ഓഡിയൻസിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു തരം അപ്രോച്ച്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവരൊക്കെ എല്ലാവരും അത് ഷാരിക, സരിക, മുൻഷി എല്ലാവരും കണക്കായിരുന്നു. ബിൻസി എല്ലാവരും കണക്കായിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും